ഇനി മുതൽ നീ കരയരുത്. നിന്റെ കണ്ണീരിന്റെ വിലയും വേദനയും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ഉമ്മയും ബാപ്പയും ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടപ്പോ താങ്ങും തണലും നഷ്ടപ്പെട്ടു. എനിക്ക് ദുഃഖങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നില്ലമ്മേ. നിനക്കിവിടെ എന്നോടൊപ്പം കഴിയാം. നിന്നെ പോലെ എത്രയോ പെൺകുട്ടികൾ ഇവിടെയുണ്ട്, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടവർ. ഇന്നു മുതൽ നീ ഇവിടുത്തെ അന്തേവാസിയാണ്. മകളെ ലക്ഷ്മി, ആമിന ഇനി മുതൽ നമ്മുടെ കൂടെയാണ് താമസം. അവളെ കൊണ്ടുപോയി എല്ലാവരെയും പരിചയപ്പെടുത്തു. ആമിനെ, ഇന്നു മുതൽ ഞാൻ നിന്നെ സ്വന്തം പോലെ കരുതുകയാണ്. ഞാൻ പറയുന്നത് കേട്ട് അനുസരണയോടെ നടന്നാൽ നിനക്ക് മേലിൽ ദുഃഖിക്കാൻ ഇടവരില്ല. കേട്ടല്ലോ? ശരിയമ്മേ. ദൈവം നിന്നെ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. ഇല്ലെങ്കിൽ ഈ മാനസിക പൊരുത്തം നമുക്ക് കിട്ടില്ലായിരുന്നു. ക്രിസ്ത്യാനിയായ എനിക്ക് അതിന് ഉത്തരവുണ്ട്. എന്തത്? ആദത്തിന്റെ വാരിയിലെടുത്താണ് അവയെ സൃഷ്ടിച്ചത്. ജനിക്കുമ്പോഴേ അവരവരുടെ ഇണയെ തമ്പുരാൻ കരുതിയിരിക്കുന്നുവെന്ന്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. മോഹനേട്ടനെ കണ്ട നാൾ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കൂടുതൽ അടുത്തപ്പോ വലിയ ഇഷ്ടമായി. നമുക്കിടയിൽ ജാതിയോ മതമോ തടസ്സമായിരുന്നില്ലല്ലോ. നമ്മുടെ ജീവിതം മാതൃകാപരമായിരിക്കണം. ഈ ജീവിതം കണ്ട് മറ്റുള്ളവർ പഠിക്കണം. മഹേന്ദ്രനെ ഒരു മരത്തിന്റെയും ചട്ടക്കൂടിൽ ഒതുക്കരുത്. അവനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണം.